കണ്ണൂർ പഴയങ്ങാടിയിൽ പുഴയിൽ ചാടി മരിച്ച റീമ ഭർത്താവുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്ത്. അവസാന നിമിഷവും ഭർത്താവുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നതായി ശബ്ദരേഖയിൽ വ്യക്തമാണ്. ഭർത്തൃമാതാവ് ജീവിതം തുലച്ചെന്നും സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്നും റീമ അഭ്യർത്ഥിച്ചു. കുഞ്ഞിനെ ഒപ്പം വിടില്ലെന്നും അങ്ങനെ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഫോൺ സംഭാഷണത്തിലുണ്ട്. നേരത്തെ റീമയുടെ ആത്മഹത്യയെക്കുറിപ്പും കണ്ടെടുത്തിരുന്നു. കുഞ്ഞിനെ പോറ്റുന്ന ആള് അനക്കും വേണ്ട നിങ്ങളെ ആവശ്യമില്ല. ഇനി അത്രക്ക് വെറുത്ത് അറുത്തുപോയി. ഇനി എന്തിനാന്ന് ഇനി ഒരു കുഞ്ഞിനെ അന്വേഷിച്ച് വരുന്ന ആള് എന്തിനാന്നൊരു ചെലവിന് ആക്കിയിട്ട് ഒന്ന് തന്നിട്ടുവാ. കുഞ്ഞിനെ അന്വേഷിക്കുന്ന ആള് എന്തിനാന്ന് എനിക്ക് ഭ്രാന്തുണ്ട്. എല്ലാത്തിനും പോയി തൂങ്ങ. നിങ്ങൾക്ക് എന്താ ഒന്നിനും കഴിയാത്തത്? നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുക്കാണ്ട് ഇങ്ങനെ നടക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാന്ന്? ബാക്കിയുള്ള ആളെ ജീവിതം കൂടി തോൽക്കാൻ. നാട്ടിലുണ്ടല്ലോ ഒരു തീരുമാനം എടുക്കാൻ വേഗം. വെറുതെ എന്തിനീ ബാക്കിയില്ലാക്കൊന്നും കൂടി ഇത് സൗര്യക്കേട് ഇരുന്നേരും. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ റീമ ഭർത്താവുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തേക്ക് വരികയാണ്. അതിലൂടെ എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തോട്ട് വരുന്നത്? ദേവിക, ഇന്ന് രാവിലെയാണ് ഈ പഴയങ്ങാടിയിൽ പുഴയിൽ ചാടി കുഞ്ഞിനെയും കൊണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നത്. അതിൽ തന്നെ ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ അമ്മയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ റീമ മരണപ്പെടുന്നതിന് ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് ഭർത്താവുമായി സംസാരിച്ച ഫോൺ സംഭാഷണത്തിലും വ്യക്തമാകുന്നത്. ആ ഫോൺ സംഭാഷണം റീമയുടെ മൊബൈൽ പരിശോധിച്ചതിൽ നിന്നാണ് കുടുംബത്തിന് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, അതായത് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ളൊരു ശ്രമം റീമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഭർത്താവ് വഴങ്ങിയില്ല എന്നുള്ളതാണ് സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഭർത്താവിൻ്റെ അമ്മയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, കുട്ടിയെ ഭർത്താവ് കൊണ്ടുപോകുമോ എന്നൊരു ഭയം റീമയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. മാത്രമല്ല, വിദേശത്ത് പോയിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടും ഈ ഭർത്താവ് കുട്ടിയെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും അന്വേഷിച്ചില്ല. പിന്നീട് നാട്ടിൽ വന്നതിന് ശേഷം എന്തിനാണ് കുട്ടിയെ കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുന്നത് എന്നൊരു ചോദ്യമാണ് റീമ ഈ ഫോണിലൂടെ ചോദിക്കുന്നത്. മാത്രമല്ല, കുഞ്ഞിനെ കാണാനെന്ന് പറഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് വന്ന് ഇനിയും അടി ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് ഭർത്താവിനോട് റീമ പറയുന്നുണ്ട്. എന്നാൽ ഇനിയും വരും, അടി നടത്തേണ്ടതാണെങ്കിൽ അടിക്കുകയും ചെയ്യുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് നമുക്ക് സ്റ്റേഷനിൽ പോയി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നൊരു കാര്യമാണ് റീമ പറഞ്ഞത്. തനിക്ക് ജീവനുള്ളിടത്തോളം കാലം കുട്ടിയെ ഭർത്താവിൻ്റെ ഒപ്പം വിടില്ല എന്നും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും റീമ ഭർത്താവിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഈ ആത്മഹത്യ കേസുമായി ബന്ധപ്പെട്ട് 3 തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വാട്സപ്പിൽ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ഭർത്താവിൻ്റെ അമ്മയുമാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കുറിപ്പായിരുന്നു. അതിനുശേഷം ഒരു ആത്മഹത്യാ കുറിപ്പ് തന്നെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. അതിനുശേഷമാണ് ഇപ്പം ഇത്തരമൊരു ഫോൺ സംഭാഷണം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ദേവിക.